ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ ജബ് ഗാന്ധിജി കി കടി ചോരി ചലി ഗയി എന്ന പാഠഭാഗത്തിലെ പാർട്ട് 2 ചോദ്യോത്തരങ്ങളാണ്. പാർട്ട് 1 ഇതിൻ്റെ മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാർട്ട് 2 നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ള 3 ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. माउंटबेटन ने ऐसा क्यों सोचा? ഗാന്ധിജി സെ ബാത്ത് കിയെ ബഗൈർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരതത്തിൽ കുച്ച് നെഹി കിയാ ജാ സക്ത, ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. മൗണ്ട് ബാറ്റൻ ഐസ ക്യോം സോച്ച, മൗണ്ട് ബാറ്റൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ഉത്തരം നോക്കാം. ഗാന്ധിജി ഹിന്ദുസ്ഥാൻ കെ ജനനാഥാ ഹെ, उनके नेतृत्व में देश में स्वतंत्रता संग्राम चल रहा है, इसलिए गांधी जी से बातें किए बिना कुछ भी नहीं संभव नहीं. ഉത്തരം നോക്കാം, അർത്ഥം നോക്കാം. ഗാന്ധിജി ഹിന്ദുസ്ഥാൻ കെ ജനനേതാ ഹെ, ഗാന്ധിജി ഭാരതത്തിലെ ജന നേതാവായിരുന്നു, ജനങ്ങളെ നേതൃത്വം വഹിച്ചിരുന്ന നേതാവായിരുന്നു എന്നർത്ഥം. ഉൻകെ നേതൃത്വമേം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദേശത്തിൽ സ്വതന്ത്രതാ സംഗ്രാം ചൽ രഹാ ഹെ, സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ഗാന്ധിജി സെ ബാത്തേം കിയെ ബിന, അതുകൊണ്ട് ഗാന്ധിജിയോട് സംസാരിക്കാതെ കുച്ച് ബി സംഭവ് നഹീം, ഒന്നും സാധ്യമല്ല. അത് നമ്മുടെ മൗണ്ട് ബാറ്റന് അറിയാമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മേം तो अपना नाश्ता खुद लाया हूं, यहाँ गांधी के स्वभाव की कौन सी विशेषता व्यक्त होती है? മേം तो ഞാൻ, ഗാന്ധിജി പറയാണ് മേം തോ ഞാൻ, അപ്പന നാസ്ത തൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് തൻ്റെ പ്രഭാത ഭക്ഷണം, തനിക്കുള്ള പ്രഭാത ഭക്ഷണം കുതിലായാഹും ഞാൻ സ്വന്തം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന് അർത്ഥം. യഹാ ഗാന്ധിജിക്ക് സ്വഭാവിക്ക് കോൺസി വിശേഷത വ്യക്തഹോത്തിയെ, ഇവിടെ ഗാന്ധിജിയുടെ സ്വഭാവത്തിൻ്റെ എന്ത് വിശേഷതയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? ഉത്തരം നോക്കാം. गांधी जी सादगी को महत्व देने वाले नेता थे, जितना हो सके उतना उन्होंने अपना जीवन में सादगी लाने का प्रयास किया था. वे जानते थे कि यहाँ के गरीब जनता को इस प्रकार के नाश्ते ही उपलब्ध है. അർത്ഥം നോക്കാം. ഗാന്ധിജി സാദിഗിക്കോ മഹത്വ ദേനവാല നേതാത്തെ, ഗാന്ധിജി എളിമത്വത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന നേതാവായിരുന്നു. അതായത് അദ്ദേഹം ഒരു നിഷ്കളങ്ക മനസ്സുള്ള ആളായിരുന്നു, സരള ജീവൻ ചിലവഴിച്ചിരുന്ന ആളായിരുന്നു. ജിത്തന ഹോസക്, എത്രത്തോളം ചെയ്യാൻ കഴിയും, ഉത്തന അത്രയും, ഉനോനെ അദ്ദേഹം, അപ്പനെ ജീവൻമേ തൻ്റെ ജീവിതത്തിൽ സാദിഗി ലാനേക്ക, ആ എളിമത്വ ജീവിതം ലാനേക്ക കൊണ്ടുവരാൻ പ്രയാസപ്പെട്ടു. അതായത് പാവത്തരത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന പോലെ ഒരു പാവമായിട്ട് ജീവിക്കുക, അതാണ് സാദിഗി എന്ന് പറഞ്ഞാൽ, അതായത് നിഷ്കളങ്കതയിൽ. വേ ജാൻതേരി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്തെന്നാൽ യഹാം കെ ഗരീബ് ജനതാക്കോ, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇസ് പ്രകാർക്കി നാസ്തായി ഉപലബ്ധ് ഹെ, ഇപ്രകാരത്തിലുള്ള ഭക്ഷണം തന്നെയാണ് ഉപലബ്ധ്, അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞതും കൊണ്ടുവന്നതും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. राजनीति में अक्सर कुछ बातें बगैर कहे भी कह दी जाती है, इसका मतलब क्या है? രാജനീതി में, രാഷ്ട്രീയത്തിൽ അക്സർ സാധാരണ കുച്ച് ബാത്തേം ബഗൈർ, കുറച്ച് കാര്യങ്ങൾ, കുച്ച് ബാത്തേന്ന് കുറേ കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങൾ, ബഗൈർ കാഹേബി പറയാതെ തന്നെ, കാഹ് ദീജാത്തിയെ പറയാതെ തന്നെ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ. ഇസ്ക മത്ലബ് ക്യാ ഹെ, ഇദ്ദേഹത്തിന്റെ ഈ വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ഉത്തരം നോക്കാം. राजनीति में कुछ बातें कहे बिना कही जाती है, सरकार या शासकों के नीतियों के विरुद्ध गुल्ला प्रतिक्रिया करने की जरूरत नहीं, किसी न किसी प्रतीकात्मक ढंग से हम अपनी प्रतिक्रिया व्यक्त कर सकते हैं. രാജനീതിമേ, രാഷ്ട്രീയത്തിൽ കുച്ച് ബാത്തേം കഹേബിന, ഒരുപാട് കാര്യങ്ങൾ കഹേബിന പറയാതെ കഹിജാത്തിയെ പറയപ്പെട്ടിരുന്നു. സർക്കാർ യാ ശാസകവും കെ നീതിയും കെ വിരുദ്ധ, സർക്കാർ അല്ലെങ്കിൽ ഭരണനീതികൾക്ക് വിരുദ്ധമായിട്ട്, ശാസക് എന്ന് പറഞ്ഞാൽ ഭരണപരമായുള്ള നീതികൾക്ക് വിരുദ്ധമായിട്ട്, ഗുല്ല പ്രതിക്രിയ കർണേക്ക് ജരൂരത്തിനെയും, അതായത് തുറന്ന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കിസി ന കിസി പ്രതീകാത്മക ढंग से अपनी प्रतिक्रिया व्यक्त कर सकते हैं,
ചില പ്രതീകാത്മകമായ രീതിയിൽ നമ്മുടെ പ്രതികരണം നമ്മൾക്ക് സ്വയം പ്രകടിപ്പിക്കാം എന്നായിരുന്നു അതുകൊണ്ട് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലുള്ള 3 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞു. പാർട്ട് 2 ആണിത്. പാർട്ട് 1 ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചു. ഇത് പാർട്ട് 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പാർട്ട് 3യിൽ പഠിക്കാം. അതിൽ ഡയറി, ലെറ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ് ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.